ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അച്ചാറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലിൽ നിറയെ എണ്ണമയവും അതുപോലെ തന്നെ അച്ചാറിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകാൻ നല്ല പാടായിരിക്കും. എന്നാൽ സ്പഞ്ചോ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അലൂമിനിയം ഫോയിലിൻ്റെ ചെറിയൊരു പീസാണ് കേട്ടോ. അതൊരു ദിവസം ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊരു കുഞ്ഞു പീസ് മാത്രം മതി. അപ്പം ഞാനിത് ഈ അലൂമിനിയം ഫോയിലിൽ നിന്ന് കുറച്ച് പീസ് ഇതേപോലെ കുഞ്ഞു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 8 പീസുകളാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അലൂമിനിയം ഫോയിലെല്ലാം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ബോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം ആ ലിഡ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല പാടായിരിക്കും. അങ്ങനെയുള്ള ബോട്ടിലൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്പഞ്ചോ സ്ക്രബ്ബറോ ഒന്നും വെച്ച് ക്ലീൻ ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ബോട്ടിലൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ലിഡിൻ്റെ സൈഡിലുള്ളത് പോയി കിട്ടാനായിട്ട് ഞാനിതാ ഇത് കുത്തനെ പിടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നല്ലപോലെ ഷേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ബോട്ടിലിനുള്ളിലുള്ള അഴുക്കെല്ലാം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇത് കാണുന്നത് ബോട്ടിലിന് പുറത്താണ് കേട്ടോ. അതുപോലെ തന്നെ ലിഡും നന്നായിട്ട് തന്നെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഒഴിവാക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിതാ ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷമുള്ളതാണ്. ആ ഒരു സൈഡിലുണ്ടായിരുന്നൊക്കെ എനിക്ക് ടാപ്പ് തുറന്നപ്പോൾ തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു ബോട്ടിലുകളൊക്കെ നമുക്ക് കൈയൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പാടായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് ക്ലിയർ ആയിട്ട് തന്നെ കഴുകിയെടുക്കാവുന്നതാണ്. നല്ല പോലെ നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. സ്പഞ്ചോ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ലിഡൊക്കെ നോക്കിയാൽ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെയുള്ള കുഞ്ഞ് ബോട്ടിലുകൾ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞ് പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓരോ പീസിലേക്കും കുറച്ച് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള പൗഡർ വേണമെന്നൊന്നുമില്ല. എക്സ്പയറി ആയിട്ടുള്ള പൗഡർ ആയാലും സ്മെല്ലുള്ള പൗഡർ ആയാൽ മതി കേട്ടോ. അപ്പം ഞാനിതാ എല്ലാത്തിലും ഇതേപോലെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് ചെറിയ ചെറിയ പൊതികളാക്കി എടുക്കാം. അപ്പം ഞാനിതാ ഇത് ഓരോന്നായിട്ട് ഇതേപോലെ കുഞ്ഞു പൊതികളാക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. അതും പൊതികളാക്കി എടുത്തതിന് ശേഷം ഓരോ പൊതിയിലും ഞാനിതുപോലെ പിന്നി വെച്ചിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പിന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാതെ അലമാരയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് നാൾ നമ്മളത് യൂസ് ചെയ്യാണ്ടിരുന്നാൽ ബാഡ് സ്മെല്ല് വരാറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള തുണിയുടെ ഇടയിൽ എപ്പോഴും ഉപയോഗിക്കാത്ത ഡ്രസ്സിനിടയിൽ ഇതേപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് നമ്മളത് എടുക്കുന്ന സമയത്തും നല്ലൊരു സ്മെല്ലായിരിക്കും. ഒട്ടും ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ അടുക്കി വെച്ചിട്ടുള്ള സാരിയുടെ ഇടയിലും അതേപോലെ ഡ്രസ്സിൻ്റെ ഇടയിലൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു പൊതികളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരമായിട്ടുള്ളത് മഴക്കാലത്താണ് കേട്ടോ. മഴക്കാലത്തൊക്കെ എങ്ങനെ ഡ്രസ്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഉജാലയാണ് കേട്ടോ. ഈ ഉജാല നമ്മൾ സാധാരണയായിട്ട് തുണിയിലൊക്കെ കളറ് കിട്ടാനായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഉജാല വെച്ചിട്ട് നമ്മുടെ വീട് മുഴുവൻ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ സെബീന പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതിലേക്ക് 3 ഡ്രോപ്സ് ഉജാല ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വിനെഗറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിനെഗർ മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആ ഒരു വിനെഗർ ചേർക്കുന്ന സമയത്ത് തന്നെ അത് നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ ഇത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല തിക്കായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള തുരുമ്പ് പിടിച്ചതോ കറ പിടിച്ചിട്ടുള്ളതോ ആയ പാത്രങ്ങൾ ഒത്തിരി സ്ട്രെസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്ററാണ് കേട്ടോ. ഇത് നന്നായിട്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ പീസ് ആ ഒരു സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു കളറൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചേഞ്ച് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കറയൊക്കെ എനിക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒടിച്ചതിന് ശേഷം ഇതാ കൈ വെച്ചിട്ട് കാണിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഭാഗമൊക്കെ നല്ലപോലെ കളറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഒടിച്ചെടുത്തതിന് ശേഷം ഞാനതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ആദ്യം കാണിച്ചപ്പോൾ ഈ ഒരു ലൈറ്ററിലുണ്ടായിരുന്ന തുരുമ്പും അഴുക്കൊക്കെ ഇപ്പോൾ അത് നല്ല പോലെ തന്നെ നീങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ അത്. ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഇതുപോലെയുള്ള സെറാമിക് കപ്പുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ ചായക്കടയൊക്കെ വന്നു കഴിഞ്ഞാൽ വൃത്തികേടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയവും പിടിക്കും, നമ്മളെ കൈയും വേദനിക്കും. എന്നാൽ അതൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ തന്നെ നല്ല പോലെ നമുക്കിത് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതേ ഫോയിലിൻ്റെ പീസ് തന്നെ ആ ഒരു സൊല്യൂഷനിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു കപ്പിൻ്റെ ഉൾവശത്ത് ചായക്കറ പിടിച്ചിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു 2 വിരൽ മാത്രമേ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒത്തിരി സ്ട്രെസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ ഉൾവശത്ത് എല്ലാ ഭാഗത്തും ഞാനിത് നന്നായിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഉൾവശം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി നോക്കാം. അപ്പോൾ അതാ അതിൻ്റെ ഉൾവശം നോക്കി ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചായക്കടയൊക്കെ നല്ലപോലെ നീങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചതോ അല്ലെങ്കിൽ കറ പിടിച്ചിട്ടുള്ളത് ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളോ കപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാവുന്നതാണ്. നല്ലപോലെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അടിവശത്തൊക്കെ അത്യാവശ്യം ചായക്കടയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സ്ട്രെസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ലൈവായിട്ട് തന്നെ ഞാനത് കാണിച്ചിട്ടുണ്ട്, വീഡിയോസ് പോലും കട്ട് ചെയ്തിട്ടില്ല. 2 വിരൽ വെച്ചിട്ടാണ് ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇനി ഇതിൻ്റെ പുറം സൈഡിൽ ഒരു കളറൊക്കെ മങ്ങിയിട്ടുണ്ടല്ലോ, ആ ഒരു കളറ് മങ്ങിയിട്ടുള്ള പാത്രം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് കളറായിട്ട് കിട്ടും, ബ്രൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ മങ്ങി അഴുക്കും എണ്ണമയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതേ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ ഭാഗവും ഉരച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശമായാലും പുറം സൈഡായാലും എനിക്ക് നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ കളറ് മങ്ങിയിട്ടുള്ള ചായക്കറ പിടിച്ചിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഒത്തിരി റിസ്ക് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൃത്തികേടാവുന്ന ഒരു ഏരിയ തന്നെയാണ് ബാത്റൂം. അപ്പോൾ പ്രത്യേകിച്ച് വെള്ള ടൈലൊക്കെ ആകുമ്പോൾ ടൈൽസിലുണ്ടാകുന്ന കറ, അതുപോലെ തന്നെ വെള്ള ക്ലോസറ്റിലൊക്കെ പെട്ടെന്ന് മഞ്ഞക്കറ വരാറുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ ലിക്വിഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ലിക്വിഡ് ആ ബാത്റൂമിൽ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കഴുകി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ക്ലോസറ്റൊക്കെ നല്ല പോലെ എനിക്ക് വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മഞ്ഞക്കടയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചായിട്ടുള്ള ക്ലോസറ്റ് ആയിക്കോട്ടെ, കറ പിടിച്ചതായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അത്. ഞാൻ ആദ്യം ഈ ഒരു ഭാഗമാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഫ്ലോറൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഫ്ലോർ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ചൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ള ടൈലൊക്കെ നല്ലപോലെ എനിക്ക് ബ്രൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെബീന പൗഡറും ഉജാലയും വെച്ചിട്ട് വളരെ സമയം എടുക്കുന്ന ക്ലീനിങ് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഈ കാണിച്ചിട്ടുള്ള ക്ലീനിങ് ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.